ഹോസ്റ്റൽ ലൈഫിനിടയ്ക്ക് ഒരു 2 ദിവസം ലീവ് കിട്ടിയ നേരെ പെട്ടിങ് ഇടയ്ക്കെടുത്ത് വീട്ടിലോട്ട് പോകും. നിങ്ങളിങ്ങനെയാണോ? ഞാനങ്ങനെയാണ് കേട്ടോ. എന്നാൽ ഇത്തവണ അത് നടന്നില്ല. ഡെയിലിയുള്ള എൻ്റെ തൃശ്ശൂർക്കുള്ള പോക്കും ട്രിവാൻഡ്രത്തേക്കുള്ള വരവും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 2 ഫുൾ ഡേ ഉറക്കവും എല്ലാം കണ്ടിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇത്തവണ വരണ്ടെന്ന്. അതെന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ. യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ട്രാവൽ ചെയ്തിട്ട് ഞാൻ ടയേർഡ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ഒരു 5 ദിവസം ഹോസ്റ്റലൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും എനിക്ക് ബോറടിച്ചു തുടങ്ങി. ബോറടിയായിട്ട് ഞാൻ എൻ്റെ പല പല ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്തെങ്കിലും ന്യൂ ഇയർ ആഘോഷിച്ചതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും കിടപ്പിലായിരുന്നു. എക്സാം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ കിടന്നുറങ്ങിയത് കൊണ്ട് എനിക്കാണെങ്കിൽ ന്യൂ ഇയർ ആഘോഷിക്കാനും പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റൂമിയുടെ മോട്ടിവേഷൻ കാരണം ഞാനൊരു തീരുമാനത്തിലെത്തിയത്. ഒരു സോളോ ട്രിപ്പ് പോയാലോ? സോളോ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് വെഞ്ഞാറമൂട് വരെ പോണേനെയാണ് ഞാൻ ഈ സോളോ ട്രിപ്പ് എന്നൊക്കെ പറയണേ. അങ്ങനെ ഞാൻ വിചാരിച്ചു നടന്ന് പോവാന്ന്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് എക്സസൈസും ആവും, പിന്നെ ഓട്ടോന് പൈസ കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ നടന്ന് കുറച്ചെത്തിയപ്പോൾ എനിക്ക് ബോറടിച്ചിട്ടു. ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും വീഡിയോ അയച്ചു കൊടുത്തിട്ടും ഒക്കെ എങ്ങനെയോ ഹൈവേ വരെ എത്തി. ഹൈവേയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. എന്നെ അറിയുന്ന ആരെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കാണുന്നുണ്ടാവോ എന്നതായിരുന്നു എൻ്റെ സംശയം. പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടാലിപ്പോൾ എന്താ, നടന്നു പോകുന്നതല്ലേ, വേറൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ നടന്ന് എത്തിയപ്പോഴത്തേക്കും സന്ധ്യയായി തുടങ്ങി. എന്നാൽ പിന്നെ കുഴിമന്തി എന്നുള്ള ബോർഡ് കൂടി കണ്ട സ്ഥിതിക്ക് സഹറിൽ കയറിയിട്ട് ഒരു അടിപൊളി മന്തി കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ട്രിവാൻഡ്രത്ത് വന്നിട്ട് സഹർ എന്നാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ മന്തി കഴിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഹറിലെ മന്തി. സഹറിൽ പോകുമ്പോൾ ഇനി അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ടെൻഷൻ. എന്തോ ഭാഗ്യത്തിന് ഇന്ന് സഹറിലെ തിരക്ക് ഇത്തിരി കുറവായിരുന്നു കേട്ടോ. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആശ്വാസമായി. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സഹറിൽ ഒറ്റയ്ക്ക് വരുന്നത്. സഹറിൽ നിന്നല്ല, ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് പോയി ഫുഡൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടിപൊളി മന്തിയൊക്കെ പറഞ്ഞ് മന്തി വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്താ പറയുക, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ്. മന്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ് കേട്ടോ. അങ്ങനെ 2025 ആദ്യത്തെ മന്തിയും കഴിച്ചിട്ട് ഞാൻ നേരെ കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വിട്ടു. എനിക്ക് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ചുമ്മാ പോയി കറങ്ങാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ റൂമിക്ക് വേണ്ടിയിട്ട് ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട 10 രൂപയുടെയും 20 രൂപയുടെയും 30 രൂപയുടെയും കുറച്ച് കുഞ്ഞി സാധനങ്ങളൊക്കെ ഞാൻ മാറിയിട്ടു കേട്ടോ. അവസാനം ബില്ല് വന്നപ്പോൾ ഞാൻ കുറച്ച് ഞെട്ടിപ്പോയി. എന്നാലും സാരില്ല. ഈ ജ്വല്ലറി സെക്ഷനാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ എല്ലാം നോക്കിയാൽ തന്നെ എൻ്റെ മനസ്സ് നിറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ചോക്ലേറ്റ് ശ്രദ്ധിച്ചത്. ഞാൻ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ അമ്മയുടെ അടുത്ത് ഈ ഗോൾഡ് കോയിൻ പോലെ ഇരിക്കുന്ന ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുള്ളതും അമ്മയും അച്ഛനും എനിക്കത് വാങ്ങിച്ചു തരാറുള്ളതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഓട്ടോയിൽ കയറി നേരെ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി റെഡിയായി. എന്തോ ചുമ്മാ ഒന്ന് വെഞ്ഞാറമൂട് പോയി വന്നതാണെങ്കിലും മനസ്സിലെന്തോ വലിയ കാര്യമൊക്കെ ചെയ്ത പോലത്തെ ഒരു ഫീലുണ്ട്. സംഭവം നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനെയും ഫാമിലീനെയും എല്ലാം നമ്മൾ നന്നായി മിസ് ചെയ്യും. പക്ഷെ സോളോ പോകുന്നതിൻ്റെ ഒരു ഫീല് അത് വേറൊരു ഫീല് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുക. സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ കാറാണ് കേട്ടോ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാറുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് എങ്ങോട്ടെങ്കിലും പോവായിരുന്നു, കുറേ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാറില്ലാതെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ സുഖം നമ്മൾ അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ദിവസം എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഹോസ്റ്റലിൽ വരുമ്പോൾ വീട് മിസ് ചെയ്യുമെന്ന് പറയണ പോലെ തന്നെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യമാണ് കേട്ടോ ഈ നൈറ്റ് ലൈഫ്. സംഭവം ഞാൻ വേരലിൽ ഉണ്ടാവുന്ന തവണ ട്രിവാൻഡ്രത്ത് വന്നിട്ട് നൈറ്റൊക്കെ പുറത്ത് പോയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അതെല്ലാം അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. വീട്ടിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനത്തെ മൊമെൻറ്റ്സ് കിട്ടാറില്ല. കാരണം വീട്ടിൽ പോയാൽ രാത്രി ആകുമ്പോഴത്തേക്കും വീട്ടിൽ കയറണം, ഇല്ലെങ്കിൽ അമ്മയ്ക്കും എല്ലാവർക്കും ടെൻഷനാണ്. നമ്മളെ ഭയങ്കര കെയർ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ആക്ച്വലി ആ ടെൻഷൻ. ഇവിടെ പോകുമ്പോൾ ഞാൻ പറയാതെ ഇങ്ങനെയൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ പറയാറുള്ളൂ പോയ കാര്യം. അതാവുമ്പോൾ പ്രശ്നമില്ലല്ലോ. സംഭവം ആദ്യം കുറച്ച് ചീത്ത പറയുന്നുണ്ടെങ്കിലും പിന്നെ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയോളൂ. അങ്ങനെ ഞാൻ ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിയിട്ടോ.
രാത്രി ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ആൾക്കാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും എനിക്കെന്തോ പെട്ടെന്നൊരു ലൈം സോഡ കുടിക്കാൻ തോന്നി. ഞാൻ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലെത്തി. അവിടെ പൂട്ടാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം 9 മണിയായി. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലൈം സോഡ വന്നില്ല, പകരം ലൈം ജ്യൂസാണ് വന്നത്. പക്ഷെ എനിക്ക് എന്തായാലും കുഴപ്പമില്ലായിരുന്നു, ലൈമിൻ്റെ എന്തെങ്കിലും കുടിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ നല്ല തണുത്ത ലൈം ജ്യൂസ് ഒറ്റ വലിക്ക് കുടിച്ചു കേട്ടോ. ലൈം ജ്യൂസും കൂടി കുടിച്ചപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് ഓക്കെ ആയി. അപ്പം എന്നെപ്പോലെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ മടി വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അധികം വൈകാണ്ട് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതൊരു വേറൊരു ഫീല് തന്നെയാണ്.